നമസ്കാരം. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യക്ക് തുടർച്ചയായി പിന്തുണ നൽകുന്ന ബ്രസീലിന് നന്ദി അറിയിച്ച് പാർലമെന്ററി പ്രതിനിധി സംഘം. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കുന്നതിന്റെ ഭാഗമായി ബ്രസീൽ പ്രസിഡന്റ് ലുല ഡ സിൽവയുടെ പ്രധാന ഉപദേശകൻ ഷെൽസോ അമോറിമുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ശശി തരൂർ എം പി നയിക്കുന്ന പാർലമെന്ററി പ്രതിനിധി സംഘം ബ്രസീലിന് നന്ദി അറിയിച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യയുടെ നടപടികൾ വിശദീകരിച്ച സംഘം സമാധാനം, സുരക്ഷ, ജനാധിപത്യ മൂല്യങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള പ്രതിബദ്ധത പങ്കുവെക്കുകയും ഭീകരവാദത്തിനെതിരെ ആഗോള സഹകരണം ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത വിശദീകരിക്കുകയും ചെയ്തു. യുദ്ധം തുടങ്ങിയത് ഇന്ത്യയല്ല, രാജ്യത്തിൻ്റേത് പാകിസ്ഥാന്റെ ഭീകരതയ്ക്കെതിരായ പ്രതിരോധം മാത്രമാണെന്ന് വിശദീകരണം നടത്തിയ സംഘത്തിന്റെ തലവൻ ശശി തരൂർ വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂർ പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള കൃത്യതയോടു കൂടിയ തിരിച്ചടിയാണെന്നും യുദ്ധത്തിലേക്ക് നീങ്ങാൻ ഇന്ത്യക്ക് താല്പര്യമുണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞങ്ങളൊരു യുദ്ധം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഭീകരപ്രവർത്തനത്തിന് ഞങ്ങൾ പ്രതികാരം ചെയ്യുകയാണ്. പഹൽഗാമിലേത് വളരെ നീചമായ പ്രവൃത്തിയായിരുന്നു. അത് ഭയാനകവും ഇന്ത്യയിൽ പരമാവധി അശാന്തി വിതയ്ക്കാനും ഉദ്ദേശമുള്ളതായിരുന്നുവെന്നും തരൂർ വ്യക്തമാക്കി. അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിലപാടും ആഗോളതലത്തിലെ സഹകരണത്തിന്റെ പ്രാധാന്യവും സന്ദർശക സംഘത്തിന്റെ തലവനായി സംസാരിച്ച തരൂർ ഊന്നി പറഞ്ഞു. കൊളംബിയ സന്ദർശിച്ച ശേഷമാണ് പ്രതിനിധി സംഘം ബ്രസീലിലെത്തിയത്. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കുന്നതിന്റെ ഭാഗമായി 7 പാർലമെന്ററി പ്രതിനിധി സംഘങ്ങളാണ് വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത്. അതേസമയം സ്വന്തം പാർട്ടിയിൽ നിന്ന് ഉയരുന്ന വിമർശനങ്ങളൊന്നും തൽക്കാലം ഗൗനിക്കാൻ തരൂരും തയ്യാറല്ല. സ്വന്തം പാർട്ടിയിൽ നിന്നടക്കം തനിക്കെതിരെ ഉയരുന്ന വിമർശനങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഏൽപ്പിച്ച ദൗത്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണിതെന്ന് അദ്ദേഹം ANAയോട് പറഞ്ഞു. അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഈ ഘട്ടത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സഹപ്രവർത്തകരോടും വിമർശകരോടും മാധ്യമങ്ങളോടും സംസാരിക്കാൻ അവസരം ലഭിക്കും. ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സന്ദർശിക്കുന്ന രാജ്യങ്ങളിലും ഇവിടുത്തെ ജനങ്ങളിലേക്ക് സന്ദേശം എത്തിക്കുന്നതിനുമാണ്. തരൂരിനെ ഉദ്ദേശിച്ച് ANA റിപ്പോർട്ട് ചെയ്തു. പനാമ, ഗയാന, കൊളംബിയ എന്നിവിടങ്ങൾ സന്ദർശിച്ച ശേഷമാണ് തരൂർ സംഘവും ഞായറാഴ്ച ബ്രസീലിലെത്തിയത്. ബ്രസീൽ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം അടുത്തയാഴ്ച സർവകക്ഷി സംഘം അമേരിക്കയിലേക്ക് തിരിക്കും. ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാനിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് അനുശോചനം അറിയിച്ച നടപടി നിരാശാജനകമെന്ന് തരൂർ വ്യക്തമാക്കിയതിന് പിന്നാലെ പ്രസ്താവനയിൽ മാറ്റം വരുത്തിയിരുന്നു കൊളംബിയ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായിട്ടുള്ള സർവകക്ഷി പ്രതിനിധി സംഘം ഇന്ത്യയുടെ നിരാശ അറിയിച്ചതിന് പിന്നാലെയാണ് പ്രസ്താവന തിരുത്തി ഇന്ത്യക്ക് പിന്തുണ നൽകാൻ കൊളംബിയ ഒരുങ്ങിയതെന്ന് തരൂർ പറഞ്ഞു. അതേസമയം 7 പാർലമെന്ററി പ്രതിനിധി സംഘങ്ങളുടെ യാത്രയിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ വിവാദങ്ങളും ഇനി അടങ്ങിയിട്ടില്ല. ഇന്ത്യ പാക് യുദ്ധം പോലുള്ള ദേശീയ വിഷയങ്ങളിൽ ഭരണ പ്രതിപക്ഷമന്യേ ഐക്യം വേണമെന്ന് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. ഈ ഭരണ പ്രതിപക്ഷ ഐക്യത്തിന്റെ ഭാഗമായാണ് കോൺഗ്രസിന്റെ ശശി തരൂരും സൽമാൻ ഖുർഷിദും AIMന്റെ ഒവൈസിയും തൃണമൂൽ കോൺഗ്രസിന്റെ അഭിഷേക് ബാനർജിയും CPMന്റെ ജോൺ ബ്രിട്ടാസും ഉൾപ്പെടെയുള്ളവർ വിദേശത്തുള്ളതെന്നാണ് ഇതിന് BJP വൃത്തങ്ങൾ നൽകിയ മറുപടിയും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചുകൂട്ടണമെന്നാവശ്യപ്പെടാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഭരണ പ്രതിപക്ഷ ഐക്യം വേണമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ ആവശ്യമുയർത്തിയത്. മോദി സർക്കാരിന്റെ ശ്രമഫലമായി വിദേശ രാജ്യങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ ന്യായീകരിച്ച് സംസാരിക്കുന്നത് ഭരണ പാർട്ടിയിലെ അംഗങ്ങളെക്കാൾ പ്രതിപക്ഷ പാർട്ടിയിലെ അംഗങ്ങളാണ്. എന്തിന് ഓപ്പറേഷൻ സിന്ദൂറിനെ അപലപിച്ച കൊളംബിയ എന്ന രാജ്യം കോൺഗ്രസ് നേതാവ് ശശി തരൂരിന്റെ വാദമുഖങ്ങൾ കേട്ട് അവർ ഇന്ത്യയെ അപലപിച്ചുകൊണ്ടുള്ള പ്രസ്താവന പോലും പിൻവലിച്ചിരുന്നു. പാകിസ്ഥാൻ പോലും പാർലമെന്റ് സമ്മേളനം വിളിച്ചുകൂട്ടിയിരുന്നു എന്നതാണ് ഖാർഗെ ഉയർത്തുന്ന വാദം. ഇന്ത്യയുടെ ഏതാനും യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന സംയുക്ത സേനാ മേധാവി അനിൽ ചൗഹാന്റെ പ്രസ്താവന പുറത്തു വന്നതിന് ശേഷം പ്രതിപക്ഷം കൂടുതൽ ചോദ്യങ്ങളുമായി രംഗത്തുണ്ട്. കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും ജയറാം രമേശും ഖാർഗെയും അടക്കമുള്ളവർ വിദേശ ആധിപത്യത്തോട് സൈന്യം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ പാർലമെന്റ് സമ്മേളനത്തിൽ പറയണമെന്നാണ് ആവശ്യപ്പെടുന്നത്.